ഇന്നുണ്ടല്ലോ വണ്ടിയിൽ കയറിയിട്ടാണ് ശരിക്കും ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തന്നെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഗൂഗിളൊക്കെ നോക്കിയിട്ട് സ്പോട്ട് സെറ്റാക്കി. വൈറ്റ് ക്ലിഫിൻ്റെ ബ്യൂട്ടി നേരിൽ കാണുമ്പോൾ ഈ ഫോട്ടോസിലൊക്കെ കാണുന്നതിനേക്കാൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ബീച്ച് വരെ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. ആ നടന്ന വഴിയും അവിടെ ചെന്നപ്പോൾ കടൽക്കാറ്റും കേവ് അഡ്വഞ്ചറും എല്ലാം ചേർന്ന് ഫുൾ സിനിമാറ്റിക് വൈബ് തന്നെയായിരുന്നു. ബീച്ചിലോട്ട് എത്താനായിട്ട് ലാഡറൊക്കെ ഇറങ്ങണേ. റോപ്പ് പിടിച്ചിട്ട് നമുക്കൊരു കുഞ്ഞു ഗുഹയിലോട്ടൊക്കെ കയറാനായിട്ട് പറ്റും. അങ്ങനെ മൊത്തത്തിലൊരു അഡ്വഞ്ചർ തന്നെയാണ് അവിടുത്തെ പ്രത്യേകത. ആദ്യം കുറച്ച് ഈസി ആയിട്ടൊക്കെ തോന്നിയെങ്കിലും ഹാഫ് എത്തിയപ്പോൾ ബാലൻസ് രക്ഷിക്കാനായിരുന്നു ഫുൾ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നത്. കേവിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓപ്പോസിറ്റ് സൈഡിലെ വെട്ടം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാനായിട്ട് പറ്റുമേ. അപ്പോൾ ആ പേടിയൊക്കെ അങ്ങ് മാറും. സ്കൈ നല്ല ക്ലിയർ ആയ ദിവസങ്ങളിൽ നമുക്ക് ഇവിടുന്ന് ഫ്രാൻസിൻ്റെ സൈഡ് വരെ കാണാനായിട്ട് പറ്റും. ഞങ്ങൾ അവിടെ നിന്ന സമയം തന്നെ ഒത്തിരി കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ ജസ്റ്റ് 90 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ വണ്ടിയായിട്ട് കപ്പലിൽ കയറി നമുക്ക് ഫ്രാൻസിലെത്താനായിട്ട് പറ്റും. പിന്നെ ഇവിടുത്തെ പാറക്കെട്ടുകളൊക്കെ കണ്ടാലുണ്ടല്ലോ, പ്രകൃതി തന്നെ വൈറ്റ് വാഷിന് കോൺട്രാക്ട് എടുത്തതുപോലെ മൊത്തം വെളുത്തിട്ടാണ് ഇരിക്കുന്നത്. ഒരു അടിപൊളി ഡേ ആയിരുന്നു.